കഴിഞ്ഞ 3 മാസമായി പശ്ചിമേഷ്യയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയ US-ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാർ വളരെ വേഗത്തിൽ അന്തിമ രൂപത്തിലേക്ക് അടുക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ശനിയാഴ്ച മാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പശ്ചിമേഷ്യൻ സുരക്ഷയിലും ആഗോള ഊർജ്ജ വിപണിയിലും വലിയ സ്വാധീനം ചെലുത്താവുന്ന ഈ വെളിപ്പെടുത്തൽ ട്രംപ് നടത്തിയത്. പ്രതീക്ഷ നൽകുന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തങ്ങൾ മുന്നോട്ട് വെച്ച കർശനമായ നിബന്ധനകളിൽ പൂർണ്ണമായ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ അന്തിമ കരാറിൽ ഒപ്പുവെക്കൂവെന്ന ശക്തമായ നിലപാടിലാണ് വാഷിംഗ്ടൺ. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് നിർദ്ദിഷ്ട കരാറിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യാന്തര മേൽനോട്ടത്തിൽ സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകളിൽ അനുകൂലമായ പുരോഗതി ഉണ്ടായതായി അമേരിക്കയും ഇറാനും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. നിലവിലെ നിർദ്ദിഷ്ട കരാർ ഒരു രൂപരേഖ മാത്രമാണെന്നും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനാണ് തങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നതെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യുദ്ധത്തെ തുടർന്ന് തങ്ങൾക്ക് മേൽ ചുമത്തപ്പെട്ട കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അടിയന്തരമായി നീക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ആണവ വിഷയങ്ങളിലെ കൂടുതൽ വിശദമായതും സാങ്കേതികവുമായ ചർച്ചകൾ കരാർ ഒപ്പിട്ട ശേഷം അടുത്ത 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നടക്കൂവെന്നും ഇറാൻ നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആഗോള എണ്ണക്കടത്തിന് പ്രധാന നാഡിയായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി വീണ്ടും തുറക്കുന്ന കാര്യവും ഈ സമാധാന ചർച്ചകളുടെ ഭാഗമാണ്. കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇന്ന് US പ്രസിഡന്റ് തന്റെ ഉന്നതതല സൈനിക നയതന്ത്ര ഉപദേശകരുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും. എന്നാൽ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന് മേൽ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം ആരംഭിക്കുമെന്നും ചരിത്രത്തിൽ മറ്റൊരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ തകർച്ചയാവും ഇറാൻ നേരിടേണ്ടി വരികയെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സമാധാന ശ്രമങ്ങൾക്കിടയിലും US സൈന്യം മിഡിൽ ഈസ്റ്റിൽ അതീവ ജാഗ്രത തുടരുകയാണ്.